ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ അറിയാവുന്ന ആള് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ രക്ഷപ്പെട്ടു പോകും. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അധികം ബാക്കിലേക്കൊന്നും പോയിട്ടില്ല. 1-2 വർഷത്തിന്റെ ബാക്കിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പം ടൈം നഷ്ടപ്പെടാണ്ട് നമുക്ക് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നമ്മൾ ഒരു ട്രിക്കാണ്, എലിമിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷൻസ് തെറ്റാണെന്ന് മനസ്സിലായി. ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഈ 3 ഓപ്ഷനും എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ആൻസറിലേക്ക് പോകാം. ഹലോ 2025 നീറ്റ് ആസ്പിറൻസ്. നമ്മുടെ നീറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് PYQs ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗിവൺ ബിലോ ആർ 2 statements. Statement 1. When many alleles of a single gene govern a character, it is called polygenic inheritance. Sentence ഒന്നും കൂടെ വായിക്കാം. When many alleles of a single gene govern a character, അതിനാണ് നമ്മൾ polygenic inheritance എന്ന് പറയുന്നത്. ശരിയാണോ? അല്ല, തെറ്റാണല്ലേ. പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ മൾട്ടിപ്പിൾ ജീൻസ് ഉണ്ടാവും. അതിന്റെ എക്സാമ്പിൾ നമ്മുടെ സ്കിൻ കളർ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ മൾട്ടിപ്പിൾ ജീനുകൾ ഒരു സിംഗിൾ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു, അതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ ദി സ്റ്റേറ്റ്മെന്റ് ഇസ് wrong. Okay, next statement നോക്കാം. Statement 2. In polygenic inheritance, the effect of each allele is additive. Statement correct ആണ്. പോളിജെനിക് ഇൻഹെറിറ്റൻസിൽ മൾട്ടിപ്പിൾ ജീനുകൾ ഉണ്ടാവും. ആ ജീനിന്റെ അലീൽസിന്റെ, അതായത് എല്ലാ ജീനുകളുടെയും ഇഫക്റ്റ് അഡിറ്റീവ് ആയിരിക്കും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഉണ്ടാവുക. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻ ദ ലൈറ്റ് ഓഫ് ദ above statements, choose the correct answer from the options given below. Okay, appo statement 1 is false but statement 2 is true. ആ ഒരു ഓപ്ഷൻ ആണ്. So the answer is option B. Okay, next question. Match the following ആണ്. Match list 1 with list 2. Okay, അപ്പോൾ list 1 ലെ types of inheritance ആണ് കൊടുത്തിരിക്കുന്നത്. list 2 ലെ examples ആണ് കൊടുത്തിരിക്കുന്നത്. So incomplete dominance, co-dominance, pleiotropy, polygenic inheritance, blood groups in human, flower color in antirrhinum and skin color in human, female ketonuria ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻസ് അല്ലെ, AB ബ്ലഡ് ഗ്രൂപ്പ് കോഡോമിനൻസിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. സോ കോഡോമിനൻസ് 1 കൊടുക്കാം. ഓക്കെ, ഇനി ഫ്ലവർ കളർ ഇൻ ആന്റിറൈനം. അപ്പൊ ഫ്ലവർ കളർ ഇൻ ആന്റിറൈനം നമ്മൾ കണ്ടതാണ്. ക്യാപിറ്റൽ ആർ റെഡ് കളർ, സ്മോൾ ആർ വൈറ്റ് കളർ ആൻഡ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുമ്പോൾ അവിടെ പിങ്ക് കളർ എക്സ്പ്രസ് ചെയ്തത്. ദാറ്റ് ഇസ് ദി എക്സാമ്പിൾ ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, ഇനി പോളിജെനിക് ഇൻഹെറിറ്റൻസും പ്ലിയോട്രോപ്പിയുമാണ്. അവ പ്ലിയോട്രോപ്പി ആൻഡ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്, സ്കിൻ കളർ ഇൻ ഹ്യൂമൻ പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ്. മൾട്ടിപ്പിൾ ജീനുകൾ അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ ഡി നമുക്ക് 3ലേക്ക് മാച്ച് ചെയ്യാം. ഇനി പ്ലിയോട്രോപ്പി ഫീനെയിൽ കീറ്റോനൂറിയ അല്ലെ. അപ്പൊ പ്ലിയോട്രോപ്പിയുടെ എക്സാമ്പിൾ ആണ് ഫീനെയിൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത്. ഒരൊറ്റ സിംഗിൾ ജീനിന് അവിടെ പ്രോബ്ലം വരുമ്പോൾ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനാണ് അവിടെ പ്രോബ്ലം വരുന്നത്. സോ ദാറ്റ് ഇസ് പ്ലിയോട്രോപ്പി. അപ്പൊ നമ്മൾ മാച്ച് ചെയ്യുകയാണെങ്കിൽ A2 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. B1 and C4 and D4 അല്ലെ. Sorry, D3. Okay, so the answer is option B. Okay, next question നോക്കാം. When a tall pea plant with round seeds was selfed, it produced the progeny of. Okay, അപ്പം നമുക്ക് tall pea plant ഉണ്ട്, round seeds ഉണ്ട്. ഇതിന് സെൽഫിങ് നടത്തിയപ്പോൾ അവിടെ കിട്ടിയ പ്രോജനീസിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. tall plants with round seeds, tall plants with wrinkled seeds. അങ്ങനെയാണെങ്കിൽ പാരന്റിന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ജസ്റ്റ് ഒരു പാരന്റിനെ നോക്കാം. tall plant ആണ്. അപ്പോൾ ഒരു ക്യാപിറ്റൽ T ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ക്യാപിറ്റൽ T ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ T സ്മോൾ t ആണോ എന്നത് അറിയത്തില്ല. ഓക്കെ, സോ നമുക്ക് ഒരെണ്ണം അവിടെ ഡാഷ് ഇട്ട് കൊടുക്കാം. ആൻഡ് റൗണ്ട് സീഡ്സ്, അതിൻ്റെയും കേസ് സെയിം തന്നെ. ക്യാപിറ്റൽ ആർ ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. എനിവേ ഇവിടെ സെൽഫിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ആൻഡ് ദ പ്രോജനീസ്, അവിടെ കിട്ടിയിരിക്കുന്ന പ്രോജനീസ് എന്തൊക്കെയാണ്? അപ്പൊ 2 സിനാരിയോ ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് സിനാരിയോയില് tall plants with round seeds. ഓക്കെ, നമുക്ക് അഗെയിൻ അറിയത്തില്ല. tall plantsഉം round seedsഉം ഉള്ള പ്രോജനീനെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ tall plants with wrinkled seeds അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ സ്മോൾ ആർ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ സ്മോൾ ആർ പേരൻസിൽ നിന്ന് വരണം. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി ഇവിടെ സ്മോൾ ആർ
യെസ്, അപ്പൊ ഇവിടെ ഹെട്രോസൈഗസ് സിറ്റുവേഷനിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ സിറ്റുവേഷൻ ഹെട്രോസൈഗസ് ആണ്. അപ്പൊ പാരന്റിന്റെ ഒരു ജീനോട്ടിപ്പിക് സ്റ്റേറ്റ് നമുക്ക് കിട്ടി. അപ്പൊ ആകെ ഇത്രയും കൈൻഡ് ഓഫ് പ്രോജനീസിനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം അവിടെ ഡ്വാർഫ് ആയിട്ടുള്ള പ്രോജനീസിനെ കിട്ടിയിട്ടില്ല. ഡ്വാർഫ് പ്രോജനീസ് ആണെങ്കിൽ ടി സിറ്റുവേഷൻ വരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ടോളിന്റെ ജീനും ഹെട്രോസൈഗസ് ആയേനെ അല്ലെ. അപ്പൊ അവിടെ ഒരു സ്മോൾ ടി ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാ പ്രോജനീസും ക്യാപിറ്റൽ ടി ഉള്ള ടോൾ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇവിടെയും വന്നിരിക്കുന്നത് ക്യാപിറ്റൽ ടി ആയിരിക്കും. അപ്പൊ പാരന്റിന്റെ ജീനോടൈപ്പ് എന്താണ്? പാരന്റൽ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ആണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, യെസ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following can be explained on the basis of Mendel's law of dominance? അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ മെൻഡലിന്റെ മെൻഡലിന്റെ ലോ ഓഫ് ഡോമിനൻസ് ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഔട്ട് ഓഫ് വൺ പെയർ ഓഫ് ഫാക്ടേഴ്സ് വൺ ഇസ് ഡോമിനന്റ് ആൻഡ് അതർ ഇസ് റെസസീവ് അല്ലെ. നമുക്ക് മെൻഡലിന്റെ ലോ ഓഫ് ഡോമിനൻസ് ഏത് ക്രോസിലാണ് കാണാൻ പറ്റുന്നത്? മോണോ ഹൈബ്രിഡ് ക്രോസിലാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഒരു സിമ്പിൾ മോണോ ഹൈബ്രിഡ് ക്രോസ് ഇവിടെ വരയ്ക്കാൻ പോവാണ്. ക്യാപിറ്റൽ T cross small t. Yes, this is the P1 generation. F1 എടുക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. ടോൾ ക്യാരക്ടർ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ സെൽഫിംഗ് നടത്തുന്നു. F2നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്രോജനീസ് ആയിട്ട് കിട്ടുന്നു അല്ലെ. യെസ്, ഓക്കെ. ഇനി നമുക്ക് ഒന്ന് വായിക്കാം. ഔട്ട് ഓഫ് വൺ പെയർ ഓഫ് ഫാക്ടേഴ്സ് വൺ ഇസ് ഡോമിനന്റ് ആൻഡ് അതർ ഇസ് റെസസീവ്. കറക്റ്റ് ആണ്. അതുകൊണ്ടല്ലേ ഇവിടെ ഒന്ന് ഡോമിനന്റ് ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ ടി എക്സ്പ്രസ്ഡ് അല്ലെങ്കിൽ ഡോമിനേറ്റഡ് ഓവർ സ്മോൾ ടി. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പക്ക. That's true. Okay. Yes, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. Alleles do not show any expression and both the characters appear as such in F2 generation. അതായത് alleles do not show any expression. ഇവിടെ ഉള്ള alleles ഒരു എക്സ്പ്രഷനും കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. And both the characters appear as such in F2 generation. F2 generationൽ ഈ characters as such ആണ് നമുക്ക് കിട്ടിയത്. അത് മാത്രമല്ല പേരന്റൽ അല്ലാത്ത ടൈപ്പുള്ള ജീനോടൈപ്പും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ സ്റ്റേറ്റ്മെന്റ് അവിടെ വെക്കുകയാണെങ്കിൽ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. alleles do not show any expression എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. alleles are showing the expression, right? So ആ ഒരു ഓപ്ഷൻ റോങ് ആണ്. ഓക്കെ, തേർഡ് ഓപ്ഷനിലേക്ക് നോക്കാം. ഫാക്ടേഴ്സ് occur in pairs in normal diploid plants. ശരിയാണ്, ഫാക്ടേഴ്സ് പെയേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. രണ്ട് സെറ്റ് ആണുള്ളത്. ഓക്കെ, ഹോമോസൈഗസ് ക്രോമസോംസിന്റെ ഉള്ളിൽ രണ്ട് ജീൻസ് ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. ഓക്കെ, സോ ദാറ്റ് ഓപ്ഷൻ ഇസ് ഓൾസോ കറക്റ്റ്. The discrete unit controlling a particular character is called a factor. അപ്പം ഇപ്പൊ ജീൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ മെൻഡലിന്റെ ടൈമിൽ ഈ ജീനുകളെ ഫാക്ടേഴ്സ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. The expression of only one of the parental characters is found in a monohybrid cross. ഒരു monohybrid crossൽ expression of only one of the parental characters is found in a monohybrid cross. monohybrid crossന്റെ ഒരു സ്റ്റേജിൽ expression of only one of the parents അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. F1 ജനറേഷനിൽ only one of the parentന്റെ ക്യാരക്ടർ മാത്രമേ അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനും കറക്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതായിരിക്കും? ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ, സി, ഡി ആൻഡ് ഇ അല്ലേ. അപ്പൊ ബി റോങ് ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ആ ബി റോങ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മൂന്ന് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ഇത് നമ്മളിപ്പം പക്കായിട്ട് ടൈം എടുത്തിട്ട് ആൻസറിലേക്ക് പോവുകയാണ്. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പം ടൈം നഷ്ടപ്പെടാണ്ട് നമുക്ക് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നമ്മൾ ഒരു ട്രിക്കാണ്, എലിമിനേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഓപ്ഷൻസ് എലിമിനേറ്റ് പോകണം. ഈ ഒരു ഓപ്ഷൻസ് തെറ്റാണെന്ന് മനസ്സിലായി. ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഈ മൂന്ന് ഓപ്ഷനും എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ആൻസറിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ എക്സാമിന് ഇങ്ങനെയുള്ള ട്രിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, റെഡി? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. A pink flowered snapdragon plant was crossed with a red flowered snapdragon plant. What type of phenotype is expressed in the progeny? Okay, appo pink colored snapdragon de yes namukku genotype എങ്ങനെയാ വരയ്ക്കാൻ പറ്റുക? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ് അല്ലേ. പിങ്ക് എന്ന് പറയുന്നത് അത് റെഡ് ഫ്ലവറുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്തു. ക്യാപിറ്റൽ ആർ. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് ഫീനോടൈപ്പ് is expected in the progeny? പ്രോജനിയിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഫീനോടൈപ്പ് ആണ് കാണാൻ പറ്റുക? ഇവിടെ പോസിബിൾ ആയിരിക്കുന്ന ജീനോടൈപ്പ് ഓഫ് ദ പ്രോജനീസ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ആർ,
capital R, small r, again capital R, small r അല്ലേ? അപ്പൊ again നമുക്ക് ഇവിടെ കിട്ടുന്ന phenotypes എന്ന് പറയുന്നത് this is red, this is pink and this is pink, this is red. Okay, ഇനി ഓപ്ഷൻസിലേക്ക് നോക്കാം. Only red flowered plants അല്ല, നമുക്ക് റെഡും പിങ്കും കിട്ടി. Red as well as pink flowered plants, that's true. Only pink അല്ല, red, pink and white കിട്ടിയതേ ഇല്ല. Okay, so the answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Okay, next question. In a plant, black seed color, capital B is dominant over white seed color, അതായത് small b, dominant ഉം recessive ഉം തന്നിട്ടുണ്ട്. In order to find out the genotype of the black seed plant, with which of the following genotype will you cross it? അതായത് നമുക്ക് ഡോമിനന്റ് ആയിട്ടുള്ളത് ബ്ലാക്ക് സീഡ് കളർ ആണ് എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല, അതിന്റെ ജീനോടൈപ്പ് അറിയത്തില്ല അല്ലെ. അപ്പൊ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് in order to find the genotype of the dominant parent, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതിന്റെ ജീനോടൈപ്പുമായിട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്, ഏത് പാരന്റുമായിട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്? അപ്പൊ റെസസീവ് ആയിട്ടുള്ള പാരന്റുമായിട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്. സോ the answer will be small b, അതായത് ഓപ്ഷൻ ബി. ഓക്കെ, ഇവിടെ ടെസ്റ്റ് ക്രോസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. Aneuploidy is a chromosomal disorder where chromosome number is not the exact copy of its haploid set of chromosomes due to. Okay, നമ്മുടെ സെറ്റ് ഓഫ് ക്രോമസോമിന്റെ സെറ്റിന്റെ നമ്പർ മാറുന്ന സിറ്റുവേഷൻ ആണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻ കാരണമാണ് അന്യൂപ്ലോയിഡി വരാനുള്ള ചാൻസ്? ഓക്കെ, അപ്പം ഞാനൊരു 4 ക്രോമസോംസ് ഇവിടെ വരച്ച് കാണിക്കാം. 4 ക്രോമസോംസ് ഉണ്ട് എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ അഡീഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? സോറി, ഫസ്റ്റ് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒന്നിന് പകരം വേറൊന്ന് വരുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇതിനെ റീപ്ലേസ് ചെയ്ത് പകരം വേറൊരെണ്ണം വരും. അവിടെ ക്രോമസോം നമ്പർ മാറിയോ? ടോട്ടൽ നമ്പർ ഓഫ് ദ ക്രോമസോം മാറിയോ? നോ. സോ അത് നമുക്ക് ഒഴിവാക്കാം. അടുത്തത് അഡീഷൻ. അഡീഷൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒരെണ്ണം കൂടെ അവിടെ ആഡ് ചെയ്യും. 4 ക്രോമസോം കഴിഞ്ഞ് 5ാമതൊരെണ്ണം ആഡ് ചെയ്തു, അവിടെ ക്രോമസോം നമ്പർ ചേഞ്ച് ചെയ്തു അല്ലെ. സോ അത് നമുക്ക് ആൻസർ ആയിട്ട് കണക്കാക്കാം. ഡിലീഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഓൾറെഡി 4 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്, അതില് ഡിലീറ്റഡ് ആയി, അതിലൊരു 2 എണ്ണം ഡിലീറ്റഡ് ആയി എന്ന് വിചാരിച്ചു ക്രോമസോം നമ്പർ ചേഞ്ച് ചെയ്തു. സോ അതിനെയും നമുക്ക് ഓപ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന 4 എണ്ണം ദേ ഇവിടെ തന്നെയുണ്ട്. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 4 ക്രോമസോംസ്. ഓക്കെ, അപ്പൊ ഈ ഒരു 1ാമത്തെ ക്രോമസോം ഇവിടെ വന്നു, 3ാമത്തെ ക്രോമസോം ഇവിടെ വന്നു എന്ന് വെച്ചാൽ ഓർഡർ ഓഫ് ദ ക്രോമസോംസ്, അതായത് ലൊക്കേഷൻ, ട്രാൻസ്ലൊക്കേഷൻ ആണ് സംഭവിച്ചത്. ചിലപ്പം ഈ ആം മാറി ഇവിടേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അവിടെയും ക്രോമസോം നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇൻവേർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് തലതിരിഞ്ഞു പോയി, ഇവിടെ വരേണ്ട ആമ ചിലപ്പോൾ ഇവിടെ വന്നു, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പോയിരുന്നു, തലതിരിഞ്ഞു പോയി, ഇൻവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെയും ക്രോമസോം നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. സോ അതും എന്താണ്? റോങ് ആണ്. സോ ഇതിൽ ഏതൊക്കെ സിറ്റുവേഷൻ ആണ് അന്യൂപ്ലോയിഡിലേക്ക് ലീഡ് ചെയ്യുന്നത്? അപ്പം ഡിലീഷൻ ആൻഡ് അഡീഷൻ ആണ് ആൻസർ. ബി ആൻഡ് സി അല്ലെ, ബി ആൻഡ് സി. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, match the following ആണ്. list 1 and list 2. 2 or more alternative forms of a gene. ഒരു ജീനിന്റെ 2 or more alternative forms. അതിനെന്താണ് നമ്മൾ പറയുന്നത്? അതിന് നമ്മൾ allele എന്നാണ് പറയുന്നത്. Cross of F1 progeny with homozygous recessive plant back cross ചെയ്യുന്നു. That type of back cross is known as test cross. Cross of F1 progeny with any of the parents. ഏതെങ്കിലും പാരന്റ്സുമായിട്ട് നമ്മൾ ബാക്ക് ക്രോസ് ചെയ്യുന്നു, അതിന് ബാക്ക് ക്രോസ് എന്ന് തന്നെയാണ് പറയാ. നമ്പർ ഓഫ് ക്രോമസോം സെറ്റ്സ് ഇൻ പ്ലാന്റിന്റെ ക്രോമസോം സെറ്റ്സിന്, ആ ഒരു ക്രോമസോം സെറ്റ്സ് ആ സിറ്റുവേഷൻ നമ്മൾ പ്ലോയിഡ് എന്നാണ് പറയുക. സോ ഇത് നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാം? A3 ആണ് അല്ലെ. അപ്പൊ ഒറ്റ ഓപ്ഷനും കൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താം. ടൈം പോകത്തില്ല അല്ലെ, ടൈം വേസ്റ്റ് ചെയ്തില്ല. ഫസ്റ്റ് വൺ A3 തന്നെ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. B4 ആണ്, C1 ആണ് ആൻഡ് D2 ആണ് അല്ലെ. അപ്പൊ ഇതുകൊണ്ട് 2 ഉപകാരമാണുള്ളത്. ചില ആളുകൾക്ക് ഈ 4 എണ്ണത്തിന്റെ ആൻസർ അറിയത്തുണ്ടാവില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ അറിയാവുന്ന ആള് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ രക്ഷപ്പെട്ടു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ട് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിന്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അടുത്തത് എഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അധികം ബാക്കിലേക്കൊന്നും പോയിട്ടില്ല. 1-2 വർഷത്തിന്റെ ബാക്കിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്.
അപ്പൊ അത്യാവശ്യം നല്ല വെയിറ്റേജ് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അഗെയിൻ മാച്ച് ദ ഫോളോയിങ്: മോണോഹൈബ്രിഡ് ക്രോസ്, ഡൈഹൈബ്രിഡ് ക്രോസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ടെസ്റ്റ് ക്രോസ്. റേഷ്യോ ഓർത്തിരിക്കാനുള്ളതാണ്. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മെമ്മറിനെയും നിങ്ങളുടെ കോൺസെപ്റ്റിനെയും ഒരുപോലെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മോണോഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ എന്താണ്, ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ എന്താണ്? സിമ്പിൾ, A3 അല്ലേ? ഡൈഹൈബ്രിഡ് ക്രോസ് 9:3:3:1. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് 1:2:1 ആണ് ജീനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ, മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ആണെങ്കിൽ 1:1, ഡൈഹൈബ്രിഡ് ആണെങ്കിൽ 1:1:1 അല്ലേ? സോ എങ്ങനെ മാച്ച് ചെയ്യാം നമുക്ക്? A3. ഓക്കെ, A3 ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇതും ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ആൻസറിൽ നിന്ന് നമുക്ക് സമയം കളയാണ്ട് കണ്ടുപിടിക്കാം. ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ഒന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതിയാവും. B4. ഓക്കെ, B4, C2 and D1. Yes, the answer is option A. Okay, അടുത്ത question. A heterozygous pea plant with violet flowers was crossed with a homozygous pea plant with white flowers. Okay, heterozygous pea plant with violet flowers. Okay, heterozygous ആണ്, dominant ആണ്. Homozygous pea plant with white flowers, recessive situation ആണ്. Violet is dominant over white, നമുക്കറിയാം. Which one of the following represents the expected combinations among 40 progenies? Total number of progenies ഇവിടെ തന്നിട്ടുണ്ട്. So ഇവിടെ probable ആയിട്ടുള്ള genotype of the progenies എന്തൊക്കെയാണ്? Capital V, small v, capital V, small v, small v, small v, small v, small v അല്ലേ? അപ്പം എന്താണ് 50% എന്തായിരിക്കും? ക്യാപിറ്റൽ വി സ്മോൾ വി ആയിരിക്കും. 50% സ്മോൾ വി ആയിരിക്കും. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രോജനീസിന്റെ നമ്പർ 40 ആണ്. അപ്പൊ നമുക്ക് ഉറപ്പാണ് അതിൽ 20 എണ്ണം എന്തായിരിക്കും? ഹെട്രോസൈഗസ് വയലറ്റ് ആയിരിക്കും. റിമൈനിങ് 20 എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും, ഹോമോസൈഗസ്. ഓക്കെ, സോ 20 പ്രൊഡ്യൂസ്ഡ് വയലറ്റ് ആൻഡ് 20 പ്രൊഡ്യൂസ്ഡ് വൈറ്റ് ഫ്ലവേഴ്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ കണ്ടിട്ടില്ല അല്ലെ? അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ PYQs ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം എന്ന ട്രിക്ക് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിനെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള PYQ ഡിസ്കഷൻ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് അറിയിക്കാം. നീറ്റ് 2025 ഇങ്ങടുത്തെത്തി. അപ്പൊ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഏത് ഡൗട്ടുകളും നിങ്ങളുടെ എന്ത് കൺഫ്യൂഷനും നിങ്ങളുടെ ടെൻഷനോ സ്ട്രെസ്സോ എന്തോ ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. ആൻഡ് ഏത് തരത്തിലുള്ള വീഡിയോ ആണ്, ഏത് ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് നീറ്റ് 2025 റിലേറ്റ് ചെയ്ത് ആവശ്യമുള്ളത് അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. സോ ത്രൂ ഔട്ട് ദിസ് ജേർണി എൻറ്റയർ റേസ് ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. സോ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു ഡിയേഴ്സ്.